നമസ്കാരം എല്ലാവർക്കും. എടോ കിരൺ, കാര്യമൊക്കെ ശരിയാണ്. കൊറോണയാണ്, പുറത്തു പോകുമ്പോൾ മാസ്കൊക്കെ ഇടണം. അതിച്ചിട്ട് താനിങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ മാസ്കൊക്കെ ഇട്ടിരിക്കണ വല്ല ആവശ്യമുണ്ടോ? അതൊക്കെ നിർത്തി മാറ്റുക. താൻ എന്താ പറയുക, ഞങ്ങൾക്കൊന്ന് മര്യാദയ്ക്ക് മനസ്സിലാവട്ടെ. മാസ്കൊക്കെ നിർത്തി മാറ്റുക. അപ്പോൾ ഇത് വേണ്ട അല്ലേ? അല്ല, ഞാൻ ഇപ്പോൾ ഈ കൊറോണ സമയമാണല്ലോ, അപ്പോൾ ഇങ്ങോട്ട് പോവുകയാണെങ്കിലും ഇത് വെച്ചിട്ടേ പോകാറുള്ളൂ. അപ്പോൾ ഈ ഒരു പരിപാടിക്കും ഇത് വേണം എന്ന് നിർബന്ധം അങ്ങനെ തോന്നി. അങ്ങനെ വേണ്ട. അപ്പോൾ അത് ശരി, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാമല്ലോ സുനീഷ് ചേട്ടാ. എല്ലാവർക്കും BYS ഓണാഘോഷം 2020 സ്വാഗതം. നമ്മുടെ ഈ പരിപാടി ഓൺലൈൻ ഓണം നല്ലോണം എന്നീ ഓണപരിപാടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ യോഗക്ഷേമ സഭാ പ്രസിഡൻ്റായ ശ്രീ കുന്നം വിഷ്ണുവേട്ടന് എന്താ പറയാനുള്ളതെന്ന് ഒന്ന് കേൾക്കാം. സുഹൃത്തുക്കളെ, ബോംബെ യോഗക്ഷേമ സഭയുടെ 2020 ഈ ഓണാഘോഷത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി തന്നെ ഒരു നല്ല ഓണം ആശംസിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായും ബോംബെ യോഗക്ഷേമ സഭയുടെ പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് സഭയ്ക്ക് വേണ്ടിയും എല്ലാവിധ ഓണാശംസകളും നേരട്ടെ. ഇക്കൊല്ലത്തെ ഓണാഘോഷം എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രത്യേകത ഉള്ളത് തന്നെയാണ്. കാരണം ഈ കൊറോണ എന്ന മഹാവ്യാധി കാരണം കൊണ്ട് നമ്മളെല്ലാവരും പെട്ടുകിടക്കുകയാണ്. ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ പെട്ടുകിടക്കുകയാണ്. അത് കാരണം കൊണ്ട് നമ്മൾ അകന്നിരുന്ന് ഒന്നിച്ച് ആഘോഷിക്കുകയാണ്. കപ്ലി മുരളി മോഹനോ കൂടി സദ്യ ഉണ്ടാക്കി തരുന്നില്ല, നമ്മൾ സദ്യ നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കണം എന്നുള്ളൊരു ഇതൊഴിച്ചാൽ ഇപ്പോഴത്തെ ഓണാഘോഷവും കഴിഞ്ഞ കൊല്ലത്തെ പോലെ അല്ലെ എല്ലാ കൊല്ലങ്ങളിലെ പോലെ അതിഗംഭീരമായിട്ട് തന്നെ നമുക്ക് നടത്താം ഓൺലൈനായിട്ട്. അങ്ങനെ ആ ഓൺലൈൻ ഓണാഘോഷം ആരംഭിക്കട്ടെ. ആദ്യമായിട്ട് സഭയ്ക്ക് വേണ്ടി സഭയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി പ്രസിഡൻ്റ് എന്നുള്ളതിലേക്ക് 2 വാക്ക് പറയട്ടെ. ഇപ്രാവശ്യം കൊറോണ കാലം ആവുകയാറുണ്ട്. യോഗക്ഷേമ സഭ കൊറോണ മൂലം ആർക്കെങ്കിലും സഹായം വേണമെങ്കിൽ അതെല്ലാം അതാത് സമയത്ത് ഓഫർ ചെയ്യേണ്ടതായിട്ട് വേണ്ടവർക്ക് സഹായം എത്തിച്ചു കൊടുക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കേണ്ടതായിട്ട്. പിന്നെ കഴിഞ്ഞ കൊല്ലം നമ്മൾ അതിമനോഹരമായിട്ട് ആനുവൽ ഫംഗ്ഷൻ നടത്തി. ജാനുവരിയിൽ ആനുവൽ ഫംഗ്ഷൻ നടത്തി. നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം യഥാവിധി നടന്നുകൊണ്ടിരുന്നു. യഥാക്രമം ഒരു വ്യത്യാസങ്ങളുടെ വിഷമമില്ലാണ്ട് നടന്നിരുന്നു. അതൊരു മാർച്ച് ഏപ്രിൽ വരെ നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അതിന് ശേഷമാണ് കൊറോണ വന്നത്. പിന്നെ ആക്ടിവിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരിക്കാം, അത്രയേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ആനുവൽ ഫംഗ്ഷന് എല്ലാ കൊല്ലത്തെ പോലെ ഇപ്രാവശ്യവും പഴയ പ്രവർത്തകരെ നമ്മൾ വിളിച്ച് ആദരിക്കേണ്ടതായിട്ട്, വിളിച്ചു വരുത്തി അവർക്ക് ഗൗരവ് അവാർഡ് കൊടുത്ത് അവരെ ആദരിക്കേണ്ടതായിട്ട്. പിന്നെ നമ്മളുടെ എല്ലാ പ്രാവശ്യവും ചെയ്യാറുള്ള പോലെ തന്നെ, എല്ലാ കൊല്ലവും ചെയ്യാറുള്ള പോലെ തന്നെ ആവശ്യപ്പെട്ടവർക്ക് മെഡിക്കൽ സഹായങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടതായിട്ട്. കേരളത്തിൽ നിന്നുള്ള 2 കുടുംബങ്ങൾ ഉൾപ്പെടെ പലർക്കും നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോഴാണെന്ന് വെച്ചാൽ കാട്ടിലക്കോട്ട് രാമന് വേണ്ടി നമ്മൾ പൈസ കളക്ട് ചെയ്യുന്നത്. നമുക്ക് യോഗക്ഷേമത്തിൻ്റെ പൈസയും കൂട്ടിയിട്ട് എല്ലാം കൂട്ടി നമ്മൾ കൊടുക്കും. അങ്ങനെ ആർക്കാ സഹായം വേണ്ട വെച്ചാൽ ആ സഹായം നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് എല്ലാ കൊല്ലത്തെ പോലെ കൊല്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഗതി, കേരള യോഗക്ഷേമയുടെ യോജന വിഭാഗം നടത്തുന്ന ഒരു ക്യൂസ് മാസ്റ്റർ എന്നൊരു പരിപാടിയുണ്ട്. അതിൽ ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാവരെയും ക്ഷണിച്ചിരുന്നു. ബോംബെ യോഗക്ഷേമ സഭയുടെയും കുറേ മെമ്പേഴ്സ് അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ പ്രവർത്തനത്തെ പറ്റിയിട്ട് സംഘാടകർ വളരെ പ്രശംസയാണ് പറഞ്ഞിട്ടുള്ളത്. അത് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. കാരണം നമുക്ക് നല്ലൊരു അംഗീകാരമാണ് നമ്മുടെ കുട്ടികൾ വഴിക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ഒരു പ്രവാസി സംഗീത മത്സരം നടത്തുന്നുണ്ടായിട്ട് അതിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ രാഹുൽ മുരളീധരൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു അംഗം സെക്കൻഡ് പ്രൈസ് മേടിച്ചിട്ടുണ്ട് അഖിലേന്ത്യാ തലത്തിൽ. അത് എടുത്തു പറയട്ടെ, അഖിലേന്ത്യാ തലത്തിൽ സെക്കൻഡ് പ്രൈസ് മേടിച്ചിട്ടുണ്ട്. അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ്. പിന്നെ ഓൺലൈൻ ആയ സമയത്ത് എല്ലാവരും കൊറോണയായിട്ട് വീട്ടിലിരിക്കാൻ തുടങ്ങിയ സമയത്ത്
എല്ലാവരും കൊറോണയായിട്ട് വീട്ടിലിരിക്കാൻ തുടങ്ങിയ സമയത്ത് പല പരിപാടികളും ഓൺലൈനായിട്ട് ചെയ്യാൻ തുടങ്ങി. പലതും വളരെ നന്നായിരുന്നു. പല കുട്ടികളുടെയും പല പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായിരുന്നു. കുട്ടികളുടെ മാത്രമല്ല പലരുടെയും ഓൺലൈൻ പരിപാടികൾ വളരെ ഭംഗിയായിരുന്നു. എടുത്തു പറഞ്ഞത് നമ്മുടെ യുവജന സംഘം സംഘടിപ്പിച്ച ഒരു സ്കിറ്റാണ്. വളരെ പേര് വളരെയധികം പ്രശംസിച്ച ഒരു സംഗതിയായിട്ട് വളരെ നന്നായിരുന്നു. പിന്നെ യുവജന സഭ ഒരു എസ് എ കോമ്പറ്റീഷൻ എന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു ലേഖന മത്സരം. അതിൽ ലേഖനങ്ങളുണ്ടായിരുന്നു, കവിത ഉണ്ടായിരുന്നു, കഥ ഉണ്ടായിരുന്നു. അത് ഇംഗ്ലീഷിലും ഉണ്ടായിരുന്നു, മലയാളത്തിലും ഉണ്ടായിരുന്നു. അത് പല പ്രായത്തിലുള്ള കൂട്ടരൊക്കെ വ്യത്യസ്ത ഗ്രൂപ്പുകളിലായിട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും ധാരാളം പേര് പങ്കെടുത്തു എന്ന് മാത്രമല്ല, അതിൽ എടുത്തു പറയേണ്ട സംഗതി എന്ന് വെച്ചാൽ അതിൻ്റെ ജഡ്ജിമാർ പറഞ്ഞത് നിങ്ങളുടെ ഇടയിൽ വളരെ ടാലൻറ്റഡ് ആയുള്ള ധാരാളം കുട്ടികളുണ്ട്. ഒരു ചെറിയ ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ മിടുക്കന്മാരായിട്ട് വരാവുന്ന ധാരാളം പേരുണ്ട്. ഒരു ഇത് അവർക്ക് ചെയ്തു കൊടുക്കാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത് തന്നെ അത് ഉണ്ടാവും. അങ്ങനെ ഇക്കൊല്ലത്തെ നമ്മുടെ ഈ ഓണത്തിലേക്ക് വരട്ടെ. ഓണം ഓൺലൈനായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. സദ്യ നിങ്ങൾ വീട്ടിൽ കഴിച്ചോളൂ. ബാക്കി നിങ്ങളുടെ പാട്ട്, ഡാൻസ് തുടങ്ങിയ എല്ലാ കലാപരിപാടികളും ഈ സ്റ്റേജിൽ ഇവിടെ അവതരിപ്പിക്കുക. എന്നിട്ട് എല്ലാവരും സന്തോഷിപ്പിക്കുക എന്ന് മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരുള്ള ഒരു അഭ്യർത്ഥന എന്താണെന്ന് വെച്ചാൽ, ഈ പരിപാടികൾ നിങ്ങൾ മാത്രം കണ്ട് ആസ്വദിക്കുകയല്ല, നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കൂടി പങ്കുവച്ച് അവരെ കൂടി ഇതിലെ കാണികളാക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഓണാഘോഷം കേമാവട്ടെ. ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. പരിപാടികൾ ഗംഭീരാവട്ടെ. താങ്ക് യു. ഏതൊരു പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരു പ്രാർത്ഥന ആവശ്യമാണ്. ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥന ചൊല്ലാൻ പോകുന്നത് ഗായത്രി കൃഷ്ണചന്ദ്രൻ അവണാവ്. देहि तव पद भक्तिं शुभदे, देहि तव पद भक्तिं शुभदे, देहि तव पद भक्तिं शुभदे, भवदयिते शिवे सुजन वरदे, पाहि निखिल जननी सदतं पाहि निखिल जननी। धराधरणि मंजुळ चिकुरे अंब, धरणि मंजुळ चिकुरे अंब, धरणि मंजुळ चिकुरे सुंदर कपोल तर विजिते मुकुर क्षीरतटाकतटे, क्षीरतटाकतटे, क्षीरतटाकतटे निवसते श्रीगौरी भगवती सुमन्दहसिते, क्षीरतटाकतटे निवसते श्रीगौरी भगवती सुमन्दहसिते, पाहि निखिल जननी सततं पाहि निखिल जननी। നമ്മുടെ ലോകത്തിനെ ഇന്ന് പിടിപെട്ടിട്ടുള്ള ഈ മഹാമാരി നമുക്ക് അറിയാവുന്നവരുടെയും അല്ലെങ്കിൽ അറിയപ്പെടാത്ത കുറേ ആൾക്കാരുടെ ജീവിതം താറുമാറാക്കി. കുറേ പേര്
കുറേ പേരെ, അധികം പേരെ നമുക്ക് നഷ്ടപ്പെട്ടു, ഇപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ അതൊരു കരടായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്കൊരു കുറച്ച് നേരം അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം അല്ലേ. ആദ്യം നമുക്കൊരു അക്ഷര ശ്ലോകമാണ്. നമ്മുടെ ഇന്നത്തെ ഈ അവസ്ഥയും ഈ യോഗക്ഷേമ സഭയുടെ പരിപാടികളും ഒക്കെ കൂടി കോർത്തിണക്കിയിട്ടുള്ള ഒരു അക്ഷര ശ്ലോകം. അത് ചൊല്ലാൻ വരണത് നമ്മുടെ എല്ലാം സ്വന്തം തൃക്കഴിപ്പുറം രാമേട്ടനാണ്. നമുക്കൊന്ന് കേട്ടു നോക്കാം. ബോംബെ യോഗക്ഷേമ സഭാ കുടുംബാംഗങ്ങളെ, നിങ്ങളേവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പരന്നിടും കോവിഡ് ഭീതി മൂലം വിരുന്നുപോക്കും വരവും നിർത്തി മരുന്നിനും താൻ വെളിയിൽ കടക്കാതിരുന്ന മട്ടിച്ചുലകം മശങ്ങി. അങ്ങനെ വാഴുന്നതിൻ്റെ ഇടയ്ക്ക് ഉപായത്തിൽ വിഷു വന്നുപോയി. ഇപ്പോഴാ ഓണക്കാലമായി, കൊറോണക്കാലമായി. അപ്പോൾ മാവേലിവണ്ണൻ വരുമ്പോൾ എതിരേൽക്കണം, സംശയമില്ല. പക്ഷേ എതിരേൽക്കൽ ഇപ്പോഴത്തെ ആചാരപ്രകാരം എതിരേൽക്കണം. മുന്നം 3 അടി വാങ്ങി മന്നൻ മാവേലിയോടു കപടവടു, ഇന്നാൾ 6 അടി വാങ്ങിയിട്ടിന്നാം നിന്നാ നൃപന്നു വരവേൽക്കാം. അതെ, രാജാവായാലും ശരി പ്രജയായാലും ശരി 6 അടി, അതായത് 2 വാര ദൂരം അകലം പാലിച്ചേ തീരൂ. അപ്പോൾ 6 അടി പിൻവാങ്ങി വാമറച്ച കൈയോട് കൂട്ടിയിട്ട് നമുക്ക് ഇത്തവണ മഹാബലിയെ എതിരേൽക്കാം. അതുപോലെ ഇപ്പോൾ എല്ലാം ഓൺലൈനിലാണ്. ഓണവും നമുക്ക് ഇത്തവണ ഓൺലൈനിൽ വേണ്ടി വരും, ഒന്നിച്ചു കൂടാൻ പറ്റില്ല. അപ്പോൾ അവനവൻ്റെ വീട്ടിലിരുന്നിട്ട് വേണം എന്തെങ്കിലും ഓണപ്പരിപാടികൾ ചെയ്യാനും. അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റിയ സാംസ്കാരിക കാര്യങ്ങളിൽ വിദഗ്ധകളും ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ സഭ അംഗങ്ങളുണ്ട്. അവർ തയ്യാറാക്കുന്ന ദൃശ്യ ശ്രാവ്യ കലാവിരുന്ന്, അത് സാങ്കേതികമായി ഇത് നമ്മുടെ വീടുകളിൽ നമ്മുടെ ഓൺലൈനായിട്ട് കാണിച്ചു തരാൻ പറ്റിയുള്ള സാങ്കേതിക വിദ്യകൾ അറിയുന്ന ചെറുപ്പക്കാരായുള്ള യുവാക്കളും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടുകളിലിരുന്ന് ഇത്തവണ ഓണം ആഘോഷിക്കാം. ഓണത്തിനൊത്തുകൂടാൻ വഴി തുകുറിയില്ല കൊടും കോവിഡെന്ന ദീനത്തെ പേടിയാൽ ഇസഭയുടയ കലാകോവിദപ്പട്ടമാർന്നോർ ചേണേലും നൃത്യാദികൾ കവിത കഥാദ്യങ്ങൾ സംഗീതം എല്ലാം ഓൺലൈനായി കാട്ടുമിപ്പോൾ. തനതു ഗൃഹമതിൽ പാർത്ത് നാം പാർത്തിടാനായി. അതെ, നമുക്ക് വീട്ടിലിരുന്ന് ഇതൊക്കെ കാണാം. ഈ യോഗക്ഷേമ സഭയുടെ സാരഥ്യം വഹിക്കുന്നവർ, ഭാരം വഹിക്കുന്ന ആൾക്കാർ, അണിയറയിലും രംഗത്തും ഒരേപോലെ നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരും നിസ്വാർത്ഥ സേവകരും അതേപോലെ ഉള്ള സാധാരണ അംഗങ്ങളും ആയുള്ള ആൾക്കാരും അതേപോലെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരും, അങ്ങനെയുള്ള എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ, ആശംസകൾ, ഓണാശംസകൾ. ഏവർക്കും നമസ്കാരം. ഈ പേര് ഓൺലൈൻ ഓണം നല്ലോണം എന്ന ഈ പേര് നമ്മുടെ പരിപാടികൾക്കായി നമുക്ക് സജസ്റ്റ് ചെയ്തത് തൃക്കഴിപ്പുറം രാമേട്ടനാണ്. അപ്പം രാമേട്ടന് അതിനൊരു പ്രത്യേക താങ്ക്സ്. ഇന്ന് നമുക്കിവിടെ
സ്പെഷ്യൽ ഗസ്റ്റ് നമ്മൾ ഈ പരിപാടികളിൽ ഉടനീളം സ്പെഷ്യൽ ഗസ്റ്റ് നമുക്ക് വേണ്ടി വിഷ് ചെയ്യുന്നുണ്ട്, ഓണാശംസകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി ആദ്യം നമ്മളെ വിഷ് ചെയ്യാൻ പോകുന്നത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മുടെയൊക്കെ ചില സിനിമകൾ, ചില മലയാളം സിനിമകൾ നമ്മൾ പേര് പറയുകയാണെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത് ഈ ഒരു മുഖമായിരിക്കും. ഉദാഹരണത്തിന് കല്യാണരാമൻ എന്ന സിനിമയുടെ പേര് കേട്ടാൽ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരുന്ന ഒരു മുഖമുണ്ട്, ഒരു മുത്തശ്ശൻ്റെ മുഖം. നമുക്കിന്നിവിടെ ആ ഒരു ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. നമ്മളെ ഇന്ന് വിഷ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മുത്തശ്ശനാണ്. നമുക്കൊന്ന് കേട്ടു നോക്കാം. എല്ലാവർക്കും ഓണാശംസകൾ. നല്ല കവിതകൾ അതിങ്ങനെ മധുരമായിട്ട് ആലപിക്കണത് കേൾക്കുക, അതൊരു സുഖമുള്ള കാര്യമാണ്. നമ്മുടെ ബോംബെയിൽ ജനിച്ചു വളർന്ന പല മിടുക്കന്മാരും മിടുക്കികളും കവിത ചലനയിൽ അവരുടെ പ്രാഗൽഭ്യം നമ്മളെ കാണിച്ചിട്ടുണ്ട്. എന്താ പറയുക വെച്ചാൽ നമ്മുടെ അടുത്തതായിട്ടൊരു കവിതയാണ് കാവ്യ സുദേവ് ആലപിക്കുന്ന ഒരു കവിത നമുക്കൊന്ന് കേട്ടു നോക്കാം. നമസ്കാരം. നമുക്കെല്ലാം പ്രിയപ്പെട്ടതും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വേനൽ മഴ എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലുവാൻ പോകുന്നത്. നിളയിലെ മണൽ തരികൾ ഞങ്ങളാരായുന്നു, കളജല തരംഗമിന്നിവിടെ. ആനമല പെറ്റവർ ഞങ്ങൾ തൻ തോഴിമാരാനന്ദരൂപിണികളിവിടെ. ആകാശമുത്തുകൾ അവർ പാടവേ ഞങ്ങളാടിത്തിമർത്തിൽ ഓർമ്മ മാത്രം. മഴ പെയ്തിടുമ്പോഴും തളരുന്ന ചെറുനാവിൽ മരണമണിനാദമോ കൈക്കുന്നു. പന്തിരുകുലത്തിന്റെ പാവന സ്മൃതി വീണ്ടും അന്തരംഗത്തിൽ വിരിഞ്ഞാലും മലയാള ഭാഷ തൻ ഹരിതാപഭാവമേ മനതാരിൽ വീണു പിടയ്ക്കുന്നു. വള്ളുവക്കോലാതിരിയുടെ പിന്മുറ വെള്ളം കുടിക്കാതെ ചത്താലോ ചാവേർപ്പട എഴുന്നേറ്റു വരില്ലയോ ജീവപ്രപഞ്ചത്തെ രക്ഷിപ്പാൻ. കൊമ്പനാനകൾ പോലെ കനിവിൻ തുമ്പിക്കൈകളുയർത്തി മുത്തുകൾ വാരിക്കോരി വിതയ്ക്കാനെത്തി കാർമുകിലോമനെ. ഇടയ്ക്ക പോലിടിമുരളുന്നു, ഇടിമിന്നൽ കൊടിപാറുന്നു. ചക്രവർത്തി വരുന്നീ ശാശ്വത വിക്രമീ വർഷാകാലം. വെള്ളിപ്പറവകളാഹ്ലാദത്താൽ തുള്ളി മതിക്കട്ടെ. വെള്ളിയുരുപ്പിക പോലെ പുളകത്തുള്ളി വിതയ്ക്കട്ടെ. അപരാധിയായ കണവനെ പെട്ടെന്നാലിംഗനം ചെയ്തു മുഗ്ധ. ഇടിമുഴക്കം കേട്ട മണിയറയ്ക്കുള്ളിലെ കിടിലം സഹിക്കവയ്യാതെ മധുരയ്ക്കു മുൻമേഷലഹരി പോലാടുന്നു മയിൽ പോലെയൊരു മാതൃഹൃദയം. അഴകാർന്നു പൊങ്ങിപ്പറന്നു ജലധാരകളൊഴുകുന്നു. കടലിനെ തേടി വികൃതിയിലെ നിത്യത തേടി കിതച്ചിടും പ്രകൃതി സൗഭാഗ്യങ്ങൾ പോലെ. നന്ദി. ബോംബെ യോഗക്ഷേമ സഭ പോലെ തന്നെ നമുക്ക് ചെന്നൈയിലും
ഹൈദരാബാദിലും ഡൽഹിയിലും ബാംഗ്ലൂരും എല്ലായിടത്തും യോഗക്ഷേമ സഭ ഉണ്ട്. ഇത്തവണ നമുക്ക് ഇവരുടെ എല്ലാവരുടെയും ആശംസകളും കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഓണപരിപാടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഡൽഹി യോഗക്ഷേമ സഭയുടെ പ്രസിഡൻ്റായ ശ്രീ രാമദാസ് കൊരട്ടിക്കര, അദ്ദേഹം അവിടെ യോഗക്ഷേമ സഭയുടെ പേര് ഗായത്രി എന്നാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം, ഞാൻ കൊരട്ടിക്കര രാമദാസൻ, ഡൽഹി നമ്പൂതിരി സംഘടനയായ ഗായത്രിയുടെ പ്രസിഡന്റ്. ബോംബെ യോഗക്ഷേമ സഭ നടത്തുന്ന ഓൺലൈൻ ഓണാഘോഷ പരിപാടിക്ക് ഗായത്രിയുടെ പേരിലും എന്റെ പേരിലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത് ഒരു കൊച്ചുമിടുക്കൻ്റെ പെർഫോമൻസാണ്. വിസ്മയ് വിഷ്ണു, ഇളയടത്തെ വിസ്മയ് വിഷ്ണു നമുക്ക് വേണ്ടി എന്താ ചെയ്യണത്? ഒരു പാട്ട് പാടാൻ പോവാണ്. ആ പാട്ട് നമുക്കൊന്ന് ആസ്വദിക്കാം. കാണൂ. ഹലോ ഓൾ, ഞാൻ വിസ്മയ വിഷ്ണുവാണ്. ഇളയടത്തെ ഉണ്ണി, തച്ചിനത്തെ മരുമകൻ. ഞാൻ 2 പാട്ട് പാടാൻ പോവാണ്. ഉണ്ണി വാവാവോ, പൊന്നുണ്ണി വാവാവോ, ഉണ്ണി വാവാവോ, പൊന്നുണ്ണി വാവാവോ, നീലപ്പീലി കണ്ണും പൂഞ്ചേലാടാലോ, നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ, ഓ പൂഞ്ചേലാടാലോ, ഉണ്ണി വാവാവോ, പൊന്നുണ്ണി വാവാവോ, ഉണ്ണി വാവാവോ, ഓ വാവേ വാവാവോ, മുകിലമ്മേ മഴവില്ലുണ്ടോ, മയിലമ്മേ തിരുമുടിയുണ്ടോ, എന്നുണ്ണി കണ്ണൻ സീമണി കണി കാണാൻ മെല്ലെ പോരൂ, അലഞ്ഞൊരിയും പൂങ്കാറ്റേ അരമണിയും ചാർത്തി വരൂ, എന്നുണ്ണി കണ്ണനുറം വാവാവോ പാടി വരൂ, വാവോ പാടി വരൂ, ഉണ്ണി വാവാവോ, പൊന്നുണ്ണി വാവോ, ഉണ്ണി വാവാവോ, ഓ വാവേ വാവാവോ. ഒരു കണ്ണായി സൂര്യനുറങ്ങ, മറുകണ്ണായി തിങ്കൾ ഉറങ്ങ, തൃക്കൈയിൽ വെണ്ണയുറങ്ങ, മാമൂണിനു ഭൂമി ഉറങ്ങ, തിരുമധുരം കനവിലുറങ്ങ, തിരുനാമന്നാവിലുറങ്ങ, നന്ദി കണ്ണുറങ്ങാൻ മൂലോകം മുഴുവൻ, മൂലോകം മുഴുവൻ ഉറങ്ങ, ഉണ്ണി വാവാവോ, പൊന്നുണ്ണി വാവാവോ, ഉണ്ണി വാവാവോ, ഓ വാവേ വാവാവോ, പൊന്നുണ്ണി വാവാവോ. രണ്ടാമത്തെ പാട്ട്. ഒന്നേ 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 പോൽ ഒന്നാമനായി പിറന്നാലുണ്ണി, രണ്ടേ 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 പോൽ ഈരെല്ലാം പൂക്കും അർന്നാലുണ്ണി, മൂന്നേ 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 പോൽ മുഴന്തു പൂരനെ കൊന്ന, നാലേ നാലേ പോൽ നാരായണനെന്നു നിൽക്കാം, അഞ്ചേ 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 പോൽ അഞ്ചാതെ ചാരു തകർത്ത നീ, ആറേ 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 പോൽ ആനയുടെ കൊമ്പു പറിച്ചാലുണ്ണി, ഏഴേ 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 പോൽ നിടമാടം തകർത്താലുണ്ണി, എട്ടേ 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 പോൽ പെട്ട
തന്നു കംസ എന്നാലുണ്ണി 9 പോൽ ഉമനിയായി വളർന്നാലുണ്ണി 10 പോൽ ഭക്തർക്കു മോക്ഷം കൊടുത്താലുണ്ണി. വിസ്മയക്കുട്ട, നല്ല പാട്ടായിരുന്നു കേട്ടോ അത്. നല്ല രസമുണ്ടായിരുന്നു. ഇത് ആരെ പഠിപ്പിച്ച? അച്ഛനോ അമ്മയോ? ആരെ പഠിപ്പിച്ചത്? എന്തായാലും നല്ല പാട്ട്, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഒരു പാട്ടും കൂടി കേൾക്കാം. വേദ AN മുണ്ടയൂർ മന. നമുക്ക് പാട്ട് കേൾക്കാം. സിലങ്ക കിട്ടി ഓടി ഓടി വായോ, എന്റെ തമര കണ്ണാടിയാടി വായോ. സിലങ്ക കിട്ടി ഓടി ഓടി വായോ, എന്റെ തമര കണ്ണാടിയാടി വായോ. നിന്റെ പിഞ്ചപാദം തേടി തേടി ഞങ്ങൾ, നിന്റെ ദിവ്യനാമം പാടി പാടി വന്നേ. നിന്റെ പിഞ്ചപാദം തേടി തേടി ഞങ്ങൾ, നിന്റെ ദിവ്യനാമം പാടി പാടി വന്നേ. സിലങ്ക കെട്ടി ഓടി ഓടി വായോ, എന്റെ താമര കണ്ണാടിയാടി വായോ. ദേവകി നന്ദന രാധാ ജീവന കേശവ ഹരേ മാധവ, ഭൂതന മാർദന പാപ വിനാശന കേശവ ഹരേ മാധവ. ഗോകുല ബാലനെ ഓടിവായോ, ഗോപാല ബാലനെ ആടിവായോ. ഗോകുല ബാലനെ ഓടിവായോ, ഗോപാല ബാലനെ ആടിവായോ. സിലങ്ക കെട്ടി ഓടി ഓടിവായോ, എന്റെ തമര കണ്ണാടിയാടിവായോ. കംസ വിമർദന കാളിയ നർദന കേശവ ഹരേ മാധവ, ആശ്രിത വത്സല ആപദ് ബാന്ധവ കേശവ ഹരേ മാധവ. ഓംകാരനാഥനെ ഓടിവായോ, ആനന്ദ ഗീതമേ ആടിവായോ. ഓംകാരനാഥനെ ഓടിവായോ, ആനന്ദ ഗീതമേ ആടിവായോ. സിലങ്ക കെട്ടി ഓടിയോ ആയോ, എന്റെ തമര കണ്ണാടിയാടിവായോ, എന്റെ തമര കണ്ണാടിയാടിവായോ, എന്റെ തമര കണ്ണാടിയാടിവായോ. ഏത് സ്റ്റേജ് പ്രോഗ്രാം എടുത്താലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഡാൻസ്. എല്ലാവരും വളരെ സന്തോഷമായിട്ട് കാണുന്ന ഒരു ഇവൻ്റാണ് ഡാൻസ്. അപ്പം നമുക്കും ഇനിയൊരു ഡാൻസ് കാണാം. അഖില വിഷ്ണു മാങ്കുളം മന. അഖിലയുടെ ഡാൻസ് നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. உயிரே வாழ்க உலகம் காண்க ஆரோமல் சிறியாள் பாலே நறுமொழி நிற நிறையுமீ அகமே
അഴകാർന്നോരുണ്മതൻ വെൺപ്രാവുകൾ ചാരേ നിൻ ചുവടോർമകൾ ചായം പകരുന്നുവോ മാൻമിഴി റിമോ അപ്പൊ അഖില, നല്ലൊരു ഡാൻസ് ആയിരുന്നു കേട്ടോ അത്. നല്ല പെർഫോമൻസ്. അപ്പൊ ആ ഒരു ഡാൻസിന് ശേഷം നമുക്കിവിടെ ഒരു കൊച്ചു മിടുക്കൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ത്രിലോക് അശ്വിൻ പാറപ്പുറം ഒരു നല്ല പെർഫോമൻസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇതാ വരും. ഞാൻ വരന്റെ ബഗോ തെവിച്ചിരിമയി ഓണപ്പറ്റോടെ ശീരി ഇജാച്ചി എസഗേറ്റ അലോമനുപ്പി യുവാഷ് യുബി ഡബ്ല്യൂസ് വയദീന വനവേവിച്ചി കവു കൊടുത്തു ആന തുമ്പിക്കയെ നീട്ടി വടുന്നുണ്ട് ആ കൗകട്ടാന ഉടുമ്പൂ ആന തുമ്പി കൈ നീട്ടി വരുന്നുണ്ട്. തുമ്പി കൈ നീട്ടി വരുന്നുണ്ട്. തുമ്പി കൈ നീട്ടി വരുന്നുണ്ട്. കഥ കേൾക്കുക എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ കഥ പറയുന്നത് കുട്ടികളാണെങ്കിലോ അതിൽ കുറച്ചും കൂടി ലാളിത്യം ഉണ്ടാവും. നമ്മളിനി അടുത്തായിട്ട് കാണാൻ പോകുന്നത് അല്ലെങ്കിൽ കേൾക്കാൻ പോകുന്നത് ഒരു കഥയാണ്. അത് പറയണ്ടോ രണ്ട് കുട്ടികൾ, ഏട്ടനും അനിയനും കൂടിയിട്ട്, ആരുഷ് കോവൂരും ആശ്രയ് കോവൂരും. അവരുണ്ടാകാൻ കൂടിയിട്ടുള്ള പറയണ ആ കഥ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓണം മലയാളികളുടെ ദേശീയ ഉത്സവമാണ്. ഓണത്തിന്റെ ഐതിഹ്യമായി പറഞ്ഞു വരുന്നത് മഹാബലിയുടെയും വാമനന്റെയും കഥയാണ്. മഹാബലി ചക്രവർത്തിയുടെ ഓർമ്മ ദിവസമാണ് ഓണം. മഹാബലിയുടെ ഭരണകാലത്ത് എല്ലാ പ്രജകളും ഒന്നുപോലെയായിരുന്നു. കള്ളവും ചതിയും ഇല്ലാതെ സമൃദ്ധിയുടെ കാലം. എന്നാൽ മഹാബലിയുടെ ഭരണം ദേവന്മാരെ അസൂയപ്പെടുത്തി. ദേവന്മാർ മഹാബലിയെ കുറിച്ച് മഹാവിഷ്ണുവിനോട് പറഞ്ഞു. മഹാവിഷ്ണു വാമനവേഷം ധരിച്ച് മഹാബലിയുടെ അടുത്ത് വന്ന് ഭിക്ഷ ചോദിച്ചു. മഹാബലി അത് നൽകാമെന്ന് അറിയിച്ചു. മഹാബലിയോട് 3 അടി മണ്ണ് വാമനൻ ആവശ്യപ്പെട്ടു. 3 അടി മണ്ണ് അളന്നെടുക്കാൻ മഹാബലി വാമനന് അനുവാദം നൽകി. ആദ്യത്തെ 2 അടിക്ക് തന്നെ സ്വർഗവും ഭൂമിയും പാതാളവും അളന്നെടുത്തു. 3ാമത്തെ അടിക്കായി സ്ഥലമില്ലാതെ വന്നപ്പോൾ തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. വാമനൻ തന്റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്ന് മോചിതനാക്കി സുജലത്തിലേക്ക് ഉയർത്തി. വർഷത്തിലൊരിക്കൽ, അതായത് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ മഹാബലി തന്റെ പ്രജകളെ സന്ദർശിക്കുന്നതിന് അനുവാദം വാമനൻ നൽകി. അങ്ങനെ തിരുവോണ നാളിൽ
മഹാബലി തന്റെ പ്രജകളെ സന്ദർശിക്കാൻ വരുന്നു എന്നാണ് ജനങ്ങളുടെ വിശ്വാസം. ഈ ദിവസമാണ് തിരുവോണം ആഘോഷിക്കുന്നത്. നന്ദി, നമസ്കാരം. അപ്പൊ രണ്ട് കുട്ടന്മാരും ആശ്രയും ആരുഷും വളരെ ഭംഗിയായിട്ടൊരു കഥ പറഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ട്. അടുത്തത് നമുക്കൊരു പാട്ടാവാം. ദേവിശ്രീ രമേശൻ എടമന അവതരിപ്പിക്കുന്ന ഒരു പാട്ട് നമുക്ക് കേൾക്കാം. തിരുവോണപ്പുലരിതൻ തിരുമൽ കാഴ്ച വാങ്ങാൻ തിരുമറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരിതൻ തിരുമൽ കാഴ്ച വാങ്ങാൻ തിരുമറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. തിരുവോണപ്പുലരിതൻ തിരുമൽ കാഴ്ച വാങ്ങാൻ തിരുമറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. തിരുവോണപ്പുലരിതൻ തിരുമൽ കാഴ്ച വാങ്ങാൻ തിരുമറ്റമണിഞ്ഞൊരുങ്ങി
ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. ഇനി നമുക്കൊരു പാട്ട് ആസ്വദിക്കാമെന്ന് തോന്നുന്നു. മാടമ്പിയിലത്തെ ശർമ്മേട്ടൻ പാടുന്ന ഒരു പാട്ടാകുമ്പോൾ അതിൻ്റെ കുറച്ചും കൂടിയും സൗന്ദര്യമുണ്ട്. അപ്പോൾ ശർമ്മേട്ടൻ പാടിയ നമ്മളെല്ലാവരും എല്ലാ കൊല്ലവും കേൾക്കേണ്ടതാണ് ശർമ്മേട്ടൻ്റെ ഒക്കെ ഒരു പാട്ട്. അപ്പോൾ ഈ ഓണത്തിനും ശർമ്മേട്ടൻ ഒരു പാട്ട് പാടാനുള്ള ഒരു ഉത്സാഹം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് ആസ്വദിക്കാം. കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ ദിവ്യരൂപം ഹരിനാമ കീർത്തനം പുണരും പുലരിയിൽ തിരുവാകച്ചാർത്തു ഞാൻ ഓർത്തു പോകും ഹരിനാമ കീർത്തനം പുണരുവാൻ പുലരിയിൽ തിരുവാകച്ചാർത്തു ഞാൻ ഓർത്തു പോകും ഒരു പിലിയെങ്ങാനും കാണുമ്പോളവിടൂത്തെ ഒരു പിലിയെങ്ങാനും കാണുമ്പോളവിടൂത്തെ തിരുമുടി കൺമുന്നിൽ നിന്നിമായും തിരുമുടി കൺമുന്നിൽ നിന്നിമായും ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം അകതാരിലാത്തുവാൻ കെട്ടിടുമോർമകൾ അവതരിച്ചിരിക്കുന്നു കൃഷ്ണനാട്ടം അകതാരിലാത്തുവാൻ കെട്ടിടുമോർമകൾ അവതരിച്ചിരിക്കുന്നു കൃഷ്ണനാട്ടം അടിയന്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ അടിയന്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം അവതാര കൃഷ്ണ നിൻ കള്ളനോട്ടം ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം. അടുത്തതായിട്ട് നമ്മളെ വിഷ് ചെയ്യാൻ പോണത് ഒരു മഹത് വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ പേര്
നമുക്ക് നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരത്തോടുകൂടി പറയാം, അഭിമാനത്തോടുകൂടി പറയാം, നമുക്കെല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ് ഇദ്ദേഹം. പുല്ലേരി വാദ്യാരില്ലത്ത് കുഞ്ഞികൃഷ്ണൻ. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവില്ലെങ്കിലും ഓണറബിൾ ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട് ശ്രീ PV കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതെ, നമ്മളെ ഇനി അടുത്തതായിട്ട് വിഷ് ചെയ്യാൻ പോകുന്നത് ശ്രീ PV കുഞ്ഞികൃഷ്ണൻ, ഓണറബിൾ ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട് തന്നെയാണ്. ഇദ്ദേഹം നമ്മളെ ആദ്യം വിഷ് ചെയ്ത ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മകനും കൂടിയാണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ വീണ്ടും ഒരു സ്വകാര്യ അഹങ്കാരത്തോടുകൂടി പറയാൻ പറ്റുന്ന മടങ്ങർലി കുട്ടമ്മാവൻ്റെയും വസന്തമ്മാമയുടെയും സണ്ണിൻലോ കൂടിയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. ബോംബെയിലെ എൻ്റെ എല്ലാ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സജ്ജനങ്ങൾക്കും എൻ്റെ തിരുവോണാശംസകൾ. ശർമ്മേട്ടൻ്റെ മനോഹരമായിട്ടുള്ള പാട്ടിന് ശേഷം നമുക്ക് ഇനിയൊരു ഡാൻസ് ആവാം അല്ലേ? അപ്പോൾ ഒരു അടിപൊളി ഡാൻസ് ആയിട്ട് നമ്മുടെ നീരജ ആൻറ്റിയും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അവരുടെ ആ ഡാൻസ് നമുക്കൊന്ന് കാണാം. ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം രസരാഗം വിവിധമതിഗാഢം പ്രകൃതിയുടെ നാദം പ്രണയമയമാനന്ദം ലയമേകം സമഭാവം ശുഭഗീതം. ഓരോ ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം രസരാഗം വിവിധമതിഗാഢം പ്രകൃതിയുടെ നാദം പ്രണയമയമാനന്ദം ലയമേകം സമഭാവം ശുഭഗീതം. കനൽ ചുരത്തും സംഗീതം പൂക്കും ഇലവ് മരം ചോക്കും മനസ്സ് മതഗന്ധം വിതച്ചരച്ചുമാലേയം വേനൽ പുഴയൊഴുകി പ്രേമാർദ്രമായി തെളിഞ്ഞ കണ്ണാടി പോൽ മിന്നും നീരോടെ ഹർഷം ഹൃദയമേഘവർഷം പ്രണയം മിന്നൽ ചിന്നും പതഞ്ഞൊഴുകുമാപാദം സാമം ധ്വനി മൃദംഗ താളം പ്രകൃതി മൽഹാർ പാടും സ്വരജതിതനാരോഹം മാനോ മരത്തളിരിനാലെ ഹരിതമായ കാണാകെ ഓടുന്നു സോത്സാഹം ലയമേകം സമഭാവം ശുഭഗീതം. ഓരോ ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം രസരാഗം വിവിധമതിഗാഢം പ്രകൃതിയുടെ നാദം പ്രണയമയമാനന്ദം ലയമേകം സമഭാവം ശുഭഗീതം. സദൃശലാവണ്യം ചേരും ശരത്തണയെ ഓരോ സരിത്തുമിളമീനിൻ പുളകമൊടു ശാലീനം പാടും ധവളഘകമോരോ മണൽ പരപ്പിലാമോദമാളുന്നൊരീ കാ
പകർന്നു ഗ്രാമം തെളിഞ്ഞു നിന്നു സാനന്ദം പാച്ചോട്ടിച്ചില്ല മലർത്താലം പിടിച്ചിടുന്നു മായന്റെ കിളി തലം ചിത്തം മോഹക്കരിമ്പ് പാടം ചേലിൽ വിളഞ്ഞു നിന്നു പാലേ ശിശിരകാലം വന്നല്ലോ വാതായനങ്ങൾ പൊട്ടി തീകായും പരിസരമാകെ അകിൽപുകതൻ സൗരഭ്യം താനേ ഇല പൊഴിഞ്ഞു ശാഖ കിളികൾ പാടി ജീവാനുരാഗത്തിനീണങ്ങൾ മാമ്പൂ സുഗന്ധം കുയിൽ കാറ്റിൻ മരന്തം മലർമാടന്റെ ഹൃദയമി വാസന്തം ഓരോ നൊടിയും പ്രണയാർദ്രം പ്രമദവനം സാന്ദ്രം ഭ്രമരസമ സഞ്ചാരം ലാസ്യം മധുരമന്ദഹാസം എഴുതി വച്ചു മന്നാകെ മങ്ങാതെ പൂക്കാലം ലയവേഗം സമഭാവം ശുഭഗീതം ഓരോ ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തി ഓരോ നിറത്തിലുള്ള സംഗീതം രസരാഗം വിവിധമതിഗാഠം പ്രകൃതിയുടെ നാദം പ്രണയമയമാനന്ദം ലയവേഗം സമഭാവം ശുഭഗീതം അപ്പോൾ ഒരു അടിപൊളി പെർഫോമൻസിന് ശേഷം തൽക്കാലം ഇന്ന് ഞങ്ങൾ വിട പറയുകയാണ്. അടുത്ത എപ്പിസോഡിലും ഇതേപോലെ ഇന്ന് ഉണ്ടായ പോലെ തന്നെ വളരെ നല്ല പെർഫോമൻസസ് ആയിട്ട് കുറെ അധികം ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡുകളും നിങ്ങൾ കാണണം. ഈ പെർഫോമൻസ് ചെയ്ത ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അവർക്കുള്ള പ്രോത്സാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ താഴത്തെ കമൻസ് ആയിട്ട് ഇടാം. താഴത്തെ കമൻസിൽ നിങ്ങൾ മാക്സിമം അവർക്കുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. എല്ലാ എപ്പിസോഡിലും അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും അടുത്ത എപ്പിസോഡിൽ വേറെ കുറെ ചേഞ്ചസോടുകൂടി നമ്മൾ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.